ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നാം ഇപ്പോൾ. അതായത് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ സ്ഥലമായ അഗസ്ത്യമലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ അഗസ്ത്യമലയിൽ ഒരു വനിത എത്തിയിരിക്കുന്നതാണ്. അതായത് നിരന്തരമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വനിതകൾക്ക് ഇവിടെ കയറാമെന്നുള്ള ഒരു വിധി വന്നത്. അങ്ങനെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ആദ്യം എത്തിയത് ഈ ധന്യാസന തിരുവനന്തപുരത്തെ പ്രതിരോധ വക്താവാണ്. മാഡത്തിനോട് നമുക്ക് ഇവിടെ യാത്രയുടെ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വനിത ഈ അഗസ്ത്യമലയിൽ എത്തുന്നത്. എന്ത് തോന്നുന്നു? പലപ്പോഴും വനിതകൾ കയറിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അഗസ്ത്യകൂടത്തിലേക്കുള്ള വിസിറ്റ് അല്ലായിരുന്നു. പലപ്പോഴും റിസർച്ചിനായിട്ടും ഒക്കെ പല സന്ദർഭങ്ങളിൽ പല ഡിസ്റ്റൻസ് വരെ എത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം വനിതകളെ പ്രവേശിപ്പിക്കാമെന്നുള്ള ഒരു വിധിയുടെ ഭാഗമായിട്ട് ആദ്യത്തെ ദിവസം വരാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ ഔദ്യോഗികമായി ആ വിധിക്ക് ശേഷം വന്ന ആദ്യ വനിത എന്നുള്ള ഒരു പ്രത്യേകത ശരിക്കും ആസ്വദിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ വിധിക്ക് ശേഷം അഗസ്ത്യമലയിലേക്ക് പോവാം എന്നൊരു ഇത് വന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ യാത്രയെ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സമീപനങ്ങൾ ആരിൽ നിന്നുണ്ടാവും? അഗസ്ത്യാർകൂടത്തിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമാണ് എന്നുള്ളത് ഇപ്പം നമ്മൾ അനുഭവിച്ച് അറിഞ്ഞു കഴിഞ്ഞു. അത് ഇതിനു മുമ്പ് പോയവർ പലപ്പോഴും അല്ലെങ്കിൽ പോവാത്തവരും അങ്ങനെ കേട്ടുകേൾവിയുള്ളവർ പലരും വളരെ നല്ല രീതിയിൽ തന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50ഓളം കോളുകൾ നിരുത്സാഹപ്പെടുത്തുന്നത് മാത്രം എനിക്ക് വന്നിട്ടുണ്ട് പല രീതിയിൽ. ടഫ് ടെറൈനാണ് തീർച്ചയായും. ഇപ്പോൾ കയറിയിട്ട് ഇനി ഞാൻ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വനിതകളോട് പറയുന്ന അല്ലെങ്കിൽ സ്ത്രീകളോട് പറയാനുള്ളത് വളരെ വളരെ ടഫായിട്ടുള്ളൊരു ടെറൈനാണ്. ഏകദേശം 4 or 5 റോപ്പ് വെച്ചിട്ട് മാത്രം വലിഞ്ഞു കയറേണ്ട മലകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 60 ഡിഗ്രി എങ്കിലും ആംഗിൾ ചരിവുള്ളതാണ്. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചിട്ട് ക്യാമറ വെച്ച് ചരിച്ചാണ് അത് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നതായിരിക്കാം. അല്ല, ശരിക്കും നേരിട്ട് അനുഭവിച്ചപ്പോൾ വളരെയധികം ചെങ്കുത്തായിട്ടുള്ള മലയാണ്. അപ്പം തീർച്ചയായിട്ടും നല്ല ശാരീരിക ക്ഷമതയുള്ള സ്ത്രീകൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷമത പൂർണ്ണമായുള്ളവർ മാത്രം അഗസ്ത്യർകൂടം അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നായിരിക്കും എനിക്ക് പറയാനുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര? സഹയാത്രികർ എങ്ങനെയായിരുന്നു? കാരണം ഒരു 99 പുരുഷന്മാരും ഒരു സ്ത്രീ യാത്രികയുമായിരുന്നു. എങ്ങനെയായിരുന്നു ഇങ്ങോട്ടുള്ള യാത്രയിൽ പുരുഷ യാത്രികന്മാരുള്ള അല്ലെങ്കിൽ ആ സഹയാത്രികരുള്ള സമീപനം എങ്ങനെയായിരുന്നു? എല്ലാവരും അപ്രിഹെൻസീവ് ആയിരുന്നതും ഈ ഒരു വിഷയം തന്നെയായിരുന്നു. 99 പുരുഷന്മാരുടെ കൂടെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സപ്പോർട്ട് വന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം തന്നെ കൂടെ വന്ന ആൾക്കാരാണ്. പലപ്പോഴും പലരും അവരുടെ പേസ് പോലും, നടത്തത്തിൻ്റെ പേസ് പോലും കുറച്ച് എനിക്ക് വേണ്ടി ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു പരിചയം പോലും ഇല്ല, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് പലരും. നല്ല സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് കിട്ടി. പലരെയും അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പം അവരൊരു സ്ത്രീ കൂടെ ഉണ്ടെന്നുള്ളൊരു പ്രത്യേക പരിഗണന എന്നെനിക്ക് തോന്നുന്നില്ല. പകരം കുറച്ച് വീക്കായിട്ടുള്ള ഒരാൾ കൂടെയുണ്ട്, ഓക്കെ ശരി അവരുടെ കൂടെ വന്നേക്കാം എന്നുള്ള രീതിയിൽ ഒരു നല്ല പരിഗണന അവർ തന്നിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും താമസമൊക്കെ വളരെ നന്നായിട്ടുള്ള ഒരു സമീപനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. എൻ്റെ കൂടെ 2 വനിതാ വാർഡന്മാരെ ബേസ് ക്യാമ്പ് വരെ അവർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് 2 വനിതകൾ ഉണ്ടായിരുന്നു. ബേസ് ക്യാമ്പിന് ശേഷം ആരുമില്ല. പുരുഷന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ബുദ്ധിമുട്ട് കാരണം കാട്ടിലേക്ക് വരുന്ന പുരുഷന്മാർ പൂർണ്ണമായിട്ടും പ്രകൃതിയോടുള്ള ആദരവും ഭക്തിയും ആ ഒരു പ്രകൃതിയോടുള്ള ഒരു അടങ്ങാത്ത ആവേശവും കൊണ്ട് വരുന്നവരാണ്. അപ്പോൾ അവിടെ സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. അവരാരും എൻ്റെ അടുത്ത് ബഹുമാനക്കുറവോ അല്ലെങ്കിൽ ഒന്നും, ഒരു സ്ത്രീയോടുള്ള ഒരു അപ്രോച്ചിനകത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് തന്നെ പറയാം. യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ആളാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അഗസ്ത്യാർകൂടത്തിന് ഒരു 100-ൽ എത്ര മാർക്ക് കൊടുക്കാൻ കഴിയും? അഗസ്ത്യാർകൂടത്തെ ഈ ഒരു കുന്നിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായും 100-ൽ 100 മാർക്ക് കൊടുക്കും. കാരണം ഞാൻ വന്നിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് ടെറൈനിൽ ഒന്നാണിത്. രണ്ടാമത്തെ, ഇതിന് മുമ്പ് പോയി യാത്ര ചെയ്ത ടഫസ്റ്റ് ടെറൈൻ എന്ന് പറയുന്നത് സിയാച്ചിനായിരുന്നു. അത് ടഫസ്റ്റ് ആണെങ്കിലും 2 വ്യത്യസ്തമാണ്. ഒന്ന് മഞ്ഞാണ്, മഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം വെസ്റ്റേൺ ഘട്ടിൽ പല സ്ഥലങ്ങളിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ടഫസ്റ്റ് ഇതാണ്. ശരിക്കും നേരത്തെ ഞാൻ കേട്ടറിഞ്ഞ പോലെ തന്നെയാണ്, വളരെ വളരെ ടയറിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അപ്പം മനോഹരമായിരുന്നു. വളരെ ഇനി ആൾക്കാർക്ക് വരാനും ഇതേപോലെ പെർമിഷൻ എടുത്ത് പൂർണ്ണമായിട്ടും ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി വന്ന് കാണേണ്ട കേരളത്തിലെ ഒരു സ്ഥലം തന്നെയാണ്. മിസ്സിംഗ് ആണ് കണ്ടിട്ടില്ലെങ്കിൽ. ഒരു ചോദ്യം കൂടി. 4700 പേർക്കാണ് ഇവിടെ പ്രവേശനം. അതിൽ 4600 പേരും പുരുഷന്മാരാണ്, 100 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ആ 100 സ്ത്രീകൾ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞ് ഇനി 99 പേര് വരാനുണ്ട്. അവരോടൊരു സന്ദേശം പാസ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായിരിക്കും? പലരും
ചിലപ്പോൾ ആവേശത്തിൻ്റെ പുറത്ത് വരുന്നവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്ന് ഇവിടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ പറയാം. കാരണം നല്ല റഗ്ഡായിട്ടുള്ള ടെറൈനാണ്. ആദ്യത്തെ ഒരു ഇച്ചിരി ലളിതമായിട്ടുള്ള മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 കിലോമീറ്റർ കുറച്ച് മരക്കാടുകളും മരം മറിഞ്ഞു കിടക്കുന്നതൊക്കെ ഉള്ളതേ ഉള്ളൂ. അവിടെ അത്ര വലിയ ടഫ്നെസ് എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല. ആദ്യത്തെ 5 കിലോമീറ്റർ കഴിഞ്ഞ് കൊടുമുടി എത്തുന്നത് വരെയുള്ള സ്ഥലം പൂർണ്ണമായും വളരെ 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 ടഫായിട്ടുള്ള ടെറൈനാണ്. അപ്പോൾ നല്ല കായികക്ഷമത അല്ലെങ്കിൽ ശാരീരിക ക്ഷമതയുള്ളവരും അതിനോടൊപ്പം തന്നെ മാനസിക ക്ഷമതയുള്ളവരും വന്നാൽ മാത്രമേ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ തന്നെ ഇഞ്ചുറി ഉണ്ടാവരുത് ഇതിൻ്റെ ഇടയിൽ. അപ്പം ആവേശത്തോടു കൂടിയുള്ള നടത്തത്തിന് പകരം ചെറിയ ചെറിയ ബേബി സ്റ്റെപ്സ് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഇരിക്കേണ്ട അടുത്ത് ഇരുന്ന് പൂർണ്ണമായും റെസ്റ്റ് എടുത്ത് ഒക്കെ വേണം പതുക്കെ കൊടുമുടിയിൽ എത്താൻ എന്നാണ് അഗസ്ത്യാർ മലയുടെ ഏറ്റവും മുകളിൽ എത്താൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഈ ധന്യാസനങ്ങളടക്കമുള്ള സ്ത്രീ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള കൗമുദി ഓൺലൈന് വേണ്ടി ക്യാമറാമാൻ സ്വരൂപിനോടൊപ്പം മുഹമ്മദ് അസ്ലം.